ബംഗാളിൽ ഇപ്പോൾ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് ബംഗാളിൽ നിന്ന് ഇപ്പോൾ കൂട്ടപ്പലായനമാണ് ബംഗ്ലാദേശിലേക്ക് നടക്കുന്നത്. SIR നടപ്പിലാക്കിയാൽ തങ്ങൾ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ബംഗ്ലാദേശികൾ, അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ, അല്ലെങ്കിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് കൂട്ടപ്പലായനം ഇപ്പോൾ നടത്തുകയാണ്. അത്തരത്തിലുള്ള 500 പേരെയാണ് ബംഗ്ലാദേശിൽ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. BSF ആണ് അവരെ പിടികൂടിയിരിക്കുന്നത്. രാജ്യത്തുടനീളം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക പരിശോധന പ്രക്രിയയെക്കുറിച്ചുള്ള ഭയം ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കിടയിൽ വലിയ രീതിയിൽ പടർന്നിട്ടുണ്ട്. ഈ ഭയം കാരണം പശ്ചിമ ബംഗാളിൽ നിന്ന് ഏകദേശം 500 ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ച BSF ഇവരെ തടഞ്ഞു. അപ്പോഴാണ് മുഴുവൻ കാര്യങ്ങളും വെളിച്ചത്ത് വന്നത്. SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ, BLOമാർ വീട് തോറും പോയി വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ പ്രക്രിയയിൽ 2003 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല, കാരണം അവർക്ക് മുൻകാല രേഖകളില്ല. പിടിക്കപ്പെടുമെന്ന് ഭയന്നവർ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങുകയാണ്. തിങ്കളാഴ്ച പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ സ്വരൂപ് നഗറിനടുത്തുള്ള ഹക്കീംപൂർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 500 പേർ ബംഗ്ലാദേശിലേക്ക് നീങ്ങുന്നത് കണ്ടു. ഈ വലിയ നീക്കത്തെ കണ്ട BSF 143ാമത് ബറ്റാലിയൻ സംശയത്തിന്റെ പേരിൽ അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. BSF ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ 500 പേരും ഇന്ത്യയിൽ അനധികൃതമായി പ്രവേശിച്ചുവെന്നും വിസയില്ല, പാസ്പോർട്ടില്ല, തിരിച്ചറിയൽ കാർഡില്ല, ഇതൊന്നും തന്നെ ഇവർക്കില്ല എന്നും ഇവർ തന്നെ സമ്മതിച്ചു. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം ഇത്രയധികം അനധികൃത ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത ഏറ്റവും വലിയ സംഭവമാണിത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.